ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് GK പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതിനകത്ത് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച GK ചോദ്യങ്ങൾ. പൊതുവിജ്ഞാന ദർപ്പണം 1935 KPCC സെക്രട്ടറി ആരായിരുന്നു? EMS ആണ്. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിന് കാരണമായ വസ്തു എന്താണ്? ലൂസിഫെറിൻ. നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഗവർണർ. നിവർന്നു നടക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? പെൻഗ്വിൻ. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏത് സംഘടനയുടേതാണ്? ബ്രിക്സ്. ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് കാൺപൂർ. പഞ്ചാബിൽ ഭാരത് മാതാ സൊസൈറ്റി സ്ഥാപിച്ചതാണ് JM ചാറ്റർജി. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായാണ് യോജിപ്പിക്കുന്നത്? കോയമ്പത്തൂർ. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യമാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കുന്നു. 35 KPCC സെക്രട്ടറി EMS ആണ്. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിന് കാരണം ലൂസിഫർ. നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആര്? ഗവർണർ. നിവർന്നു നടക്കാൻ കഴിയുന്ന പക്ഷി പെൻഗ്വിൻ. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏത് സംഘടനയുടേതാണ്? ബ്രിക്സിൻ്റെതാണ്. ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് കാൺപൂർ. പഞ്ചാബിൽ ഭാരത് മാതാ സൊസൈറ്റി സ്ഥാപിച്ചതാണ് JM ചാറ്റർജി. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായാണ് യോജിപ്പിക്കുന്നത്? കോയമ്പത്തൂർ. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തു? ഒരു പ്രാവശ്യമാണ്. ഇംഗ്ലണ്ടിൻ്റെ നവോത്ഥാന പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്? ഇംഗ്ലണ്ടിൻ്റെത് ജോൺ വൈക്ലിഫാണ്. ഇംഗ്ലണ്ടിലെ നവോത്ഥാന പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ജോൺ വൈക്ലിഫാണ്. 1971 ഇന്തോ പാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായിരുന്നു VV ഗിരി. അഭിജ്ഞാന ശാകുന്തളം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് വില്യം ജോൺസ്. അന്തരീക്ഷ ഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് നൈട്രജൻ? 75.46. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശരാശരി അളവ് എത്രയാണ്? 0.03. അന്നസീവൽ എഴുതിയൊരു ബ്ലാക്ക് ബ്യൂട്ടി എന്ന നോവലിലെ മുഖ്യ കഥാപാത്രം കുതിരയാണ്. അരവിന്ദ സമാധി എവിടെയാണ്? പുതുച്ചേരിയാണ്. ഒന്നും കൂടെ. 1971 ഇന്തോ പാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായിരുന്നു VV ഗിരി. അഭിജ്ഞാന ശാകുന്തളം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വില്യം ജോൺസ്. അന്തരീക്ഷ ഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് നൈട്രജൻ? 75.46. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശരാശരി അളവ് എത്ര ശതമാനമാണ്? 0.03. അന്നസീവൽ എഴുതിയ ബ്ലാക്ക് ബ്യൂട്ടി എന്ന നോവലിലെ കഥാപാത്രം കുതിര. അരവിന്ദ സമാധി എവിടെയാണ്? പുതുച്ചേരിയിലാണ്. ഭാരതരത്ന നേടിയ ആദ്യത്തെ സിനിമാ താരമാണ് MG രാമചന്ദ്രൻ. ഭാരതരത്നം നേടിയവരിൽ ഒടുവിൽ ജനിച്ചൊരു വ്യക്തി? സച്ചിൻ ടെണ്ടുൽക്കർ. പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്. ബ്രെയിൻ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത്? അത് 6 കുത്തുകളാണ്. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം? ഒട്ടകം. മലബാർ കലാപം അരങ്ങേറിയ താലൂക്കാണ്? ഏറനാട് താലൂക്ക്. മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായി നേടിയത്? ശാരദ. മലയാളത്തിലെ ആദ്യത്തെ കവിതയാണ് രാമചരിതം പാട്ട്. മാമാങ്കം ആഘോഷിക്കുന്ന മാസമാണ് കുംഭമാസം. അപ്പോൾ ഭാരതരത്ന നേടിയ ആദ്യത്തെ സിനിമാ താരമാണ് MG രാമചന്ദ്രൻ. ഭാരതരത്നം നേടിയവരിൽ ഒടുവിൽ ജനിച്ച വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്. ബ്രെയിൻ ലിപിയിൽ എത്ര കുത്തുകളുണ്ട്? 6 കുത്തുകൾ. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്? ഒട്ടകം. മലബാർ കലാപം അരങ്ങേറിയ താലൂക്ക്? ഏറനാട്. മലയാളത്തിൽ നിന്ന് ഉർവശി അവാർഡ് ലഭിച്ചത്? ശാരദ. മലയാളത്തിലെ ആദ്യത്തെ കവിതയാണ് രാമചരിതം പാട്ട്. മാമാങ്കം ആഘോഷിച്ചിരുന്ന മാസമാണ് കുംഭമാസം. ആര് അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് 1800 വിപ്ലവം എന്നറിയപ്പെടുന്നത്? തോമസ് ജെഫേഴ്സൺ ആണ്. ആര് അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് 1800 വിപ്ലവം എന്നറിയപ്പെടുന്നത്? തോമസ് ജെഫേഴ്സൺ ആണ്.
ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലമാണ് ഹൗറ പാലം. UN ചാർട്ടർ ഒപ്പുവച്ച സ്ഥലം സാൻ ഫ്രാൻസിസ്കോ. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ അതിൻ്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവമാണ് വൃക്ക. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് അസം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ട്രൈബൽ വിഭാഗമാണ് സാന്താൾ. ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയിലാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലം ഹൗറ പാലം. UN ചാർട്ടർ ഒപ്പുവെച്ച സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് അതിൻ്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം വൃക്ക. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുടെ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ട്രൈബൽ വിഭാഗം എന്ന് പറയുന്നത് സാന്താളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർവകലാശാല സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം മദ്രാസ്. ആദ്യത്തെ പൈലറ്റാണ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരിത വിമുക്ത പഞ്ചായത്ത് വരവൂർ. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി നന്ദിനി സത്പതി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായ മാഹി ഏത് ഭരണഘടകത്തിൻ്റെ ഭാഗമാണ്? പുതുച്ചേരി. ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ എത്ര മാസം നീണ്ടുനിന്നു? 21 മാസം. രക്താർബുദത്തിന് വൈദ്യശാസ്ത്ര നാമമാണ് ലുക്കീമിയ. രാത്രിയിൽ മുട്ടയ്ക്ക് ആൺപക്ഷി അടയിരിക്കുന്ന വിഭാഗമാണ് ഒട്ടകപ്പക്ഷിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം മദ്രാസ്. ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റാണ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് വരവൂർ. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് നന്ദിനി സത്പതി. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ ജില്ലയായ മാഹി ഏതു ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്? മാഹി പുതുച്ചേരിയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചതാണ് വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നതാണ് കേരളം. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ നീണ്ടുനിന്നത് 21 മാസം. രക്താർബുദത്തിൻ്റെ വൈദ്യശാസ്ത്ര നാമമാണ് ലുക്കീമിയ. രാത്രിയിൽ മുട്ടയ്ക്ക് ആൺപക്ഷി അടയിരിക്കുന്നത് ഒട്ടകപ്പക്ഷി. വിപ്ലവം ഒരു അത്താഴ വിരുന്നല്ല എന്ന് പറഞ്ഞത് മാവോ സേതൂങ്ങാണ്. വിപ്ലവം ഒരു അത്താഴ വിരുന്നല്ല എന്ന് പറഞ്ഞത് മാവോ സേതൂങ്ങാണ്. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷമാണ് 1978. ഇരുട്ടിനോടുള്ള പേടിക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് അജുലോഫോബിയ. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയേൺ. രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ്? ഭൂമധ്യരേഖ പ്രദേശത്താണ്. ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പിന്തുണയോടുകൂടി ഭരിച്ച പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രമാണ് ആർട്ടിക്. മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. മൂർത്തി ദേവി അവാർഡ് ഏർപ്പെടുത്തിയത് ജ്ഞാനപീഠം ട്രസ്റ്റ്. രാസചികിത്സയുടെ ഉപജ്ഞാതാവാണ് പേൾ എർലിക്. വിപ്ലവം ഒരു അത്താഴ വിരുന്നല്ല എന്ന് പറഞ്ഞത് മാവോ സേതൂങ്ങാണ്. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷമാണ് 1978. ഇരുട്ടിനോടുള്ള പേടിക്ക് പറയുന്നവയാണ് അജുലോഫോബിയ. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയേൺ. രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പിന്തുണയോടുകൂടി ഭരിച്ച പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. മൂർത്തി ദേവി അവാർഡ് ഏർപ്പെടുത്തിയതാണ് ജ്ഞാനപീഠം ട്രസ്റ്റ്. രാസചികിത്സയുടെ ഉപജ്ഞാതാവാണ് പേൾ എർലിക്.